പ്രധാനമായിട്ടുള്ളത് മലയോര മേഖലയിൽ പൊന്മുടി പൂർണ്ണമായി അടച്ചിട്ടുണ്ട്. ആറന്മുളയിൽ മണ്ണിടിഞ്ഞിട്ടുണ്ട്. സാധാരണഗതിയിൽ ചെറിയ മഴയ്ക്ക് പോലും മണ്ണിടിയുന്ന പ്രദേശമാണ്. അപ്പോൾ കനത്ത മഴ അതുകൊണ്ട് തന്നെ മണ്ണിടിച്ച് കൂടുകയാണ്. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മെമ്പർ സെക്രട്ടറി ശ്രീ ശേഖർ കുര്യാക്കോസ് നമ്മോടൊപ്പം ഉണ്ട്. സാറ്, ഇപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മൾ മുൻകാലങ്ങളിലെല്ലാം തന്നെ പ്രതീക്ഷിക്കുന്ന പോലെ കനത്ത മഴ മണ്ണിടിച്ചിൽ ഇത് കേരളത്തിൽ ഇപ്പോൾ ഒരു പതിവായ ഒരു കാഴ്ച നമ്മൾ കാണുന്നതാണ്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അങ്ങനെയാണ് ഇതിനെ വിലയിരുത്തുന്നത്. കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ ഇന്നലെ രാത്രി പലയിടങ്ങളിലും അതിശക്തമായ മഴയാണ് പെയ്തത്. നമ്മളത് പ്രതീക്ഷിക്കുകയും ചെയ്തിരുന്നു. നിങ്ങളെല്ലാവരും മാധ്യമങ്ങൾ തന്നെ അതിൻ്റെ വാർണിങ്സിനെ സംബന്ധിച്ച് വലിയ രീതിയിൽ സന്ദേശങ്ങൾ പ്രചരിപ്പിച്ചിരുന്നു. 302 മില്ലിമീറ്റർ മഴയാണ് ഏതാണ്ട് ഒരു 22 മണിക്കൂറിൽ വടശ്ശേരിക്കരയിൽ ഉണ്ടായത്. ലാഹയിൽ ഒരു 260 മില്ലിമീറ്റർ. അപ്പോൾ വളരെ തീവ്രമായ മഴ തന്നെ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പല നദികളും കരകവിഞ്ഞൊഴുകുന്ന സ്ഥിതി വന്നത്. നമ്മൾക്ക് ലഭ്യമായ വിവരം വെച്ച് ഏകദേശം ഒരു 100ഓളം സ്ഥലങ്ങളിൽ മണ്ണിടിഞ്ഞ് വീണിട്ടുണ്ട്. ആ മണ്ണിടിഞ്ഞ് വീണതിൻ്റെ ഫലമായി റോഡ് തടസ്സപ്പെട്ടു. അതൊക്കെ ക്ലിയറിങ് ഒക്കെ നടക്കുന്നു. നമുക്ക് 2 പേര് ഇടുക്കിയിലും 2 പേര് കോട്ടയത്തും കാണാതായിട്ടുണ്ട്. അവരുടെ 1-2 പേരുടെ ബോഡി കിട്ടിയിട്ടുണ്ട്. പക്ഷേ അത് മരണം കൺഫേം ചെയ്യുന്നതിനും ചില നടപടിക്രമങ്ങളൊക്കെ ഉണ്ടല്ലോ. അതല്ലാതെ നമ്മളുടെ പ്രതികരണ സംവിധാനങ്ങൾ വളരെ പകൽ ഏതാണ്ട് രാവിലെ 3-3:30 മണി മുതൽ തന്നെ പ്രവർത്തനം. നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നത് ഇത് എത്ര നേരം നീണ്ടു നിൽക്കും, എത്ര മണിക്കൂറുകളിലേക്കാണ്? ഇപ്പോൾ KSDBയുടെ അറിയിപ്പ് വന്നിരിക്കുന്ന 3 മണിക്കൂറുടെ റെഡ് അലർട്ട് തുടരുന്നു എന്നുള്ളതാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഇനിയുള്ള മണിക്കൂറുകളിൽ ഈ സാഹചര്യം എങ്ങനെയായിരിക്കും? ഒന്ന്, ഈ നമ്മളുടെ ഇപ്പോൾ ഇന്ന് രാത്രി അതിരാവിലെ നമ്മൾക്കുണ്ടായ മഴ പെയ്ത 3 ജില്ലകളും ഇനി അത്ര കണ്ട് തീവ്രതയിൽ മഴ കാണില്ല ഇനി അങ്ങോട്ടുള്ള മണിക്കൂറുകളിൽ. പക്ഷെ റെഡ് അലേർട്ട് വന്ന ജില്ലകൾ ശ്രദ്ധിച്ചാൽ കാണാം, അത് വടക്കോട്ടാണ്. അപ്പോൾ അങ്ങോട്ടാണ് കൂടുതൽ മഴയുടെ കാഠിന്യം ഉണ്ടാകാൻ സാധ്യത. ഈ മുകളിൽ മഴ പെയ്തതുകൊണ്ട് തന്നെ ആലപ്പുഴ ജില്ലയിൽ വെള്ളം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ തയ്യാറെടുപ്പുകൾ അവരവിടെ ആരംഭിച്ചിട്ടുണ്ട്. പകലൊരു 5 മണി മുതൽ അവരതിനകത്ത് ഇടപെട്ടിട്ടുണ്ട്. അവിടെ വെള്ളം പൊങ്ങി തുടങ്ങിയിട്ടില്ല, പക്ഷെ വരും. ഈ 2018 അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ പത്തനംതിട്ടയിലെ പ്രത്യേകിച്ച് റാന്നി ഇട്ടിയപ്പാറ പാലത്തിൽ വെള്ളം കയറുന്നു എന്ന് കഴിയുമ്പോൾ ഇനി വരുന്നത് കോഴഞ്ചേരി, ചെങ്ങന്നൂര്, ആലപ്പുഴ എന്ന രീതിയിലേക്കാണ് പോകുന്നത്. ഈ പ്രദേശങ്ങളിലൊക്കെയുള്ള കരുതൽ നടപടികൾ എങ്ങനെയാണ്? നമുക്ക് ആലപ്പുഴയിൽ ഒരു NDRF ടീമുണ്ട്. കൂടാതെ നമുക്ക് വലിയൊരു സംഘം ആപദാമിത്ര വോളണ്ടിയർമാരുണ്ട്. ആലപ്പുഴ ജില്ലയിലാണെങ്കിൽ കോളേജ് തലത്തിൽ പോലും പ്രതികരണ പരിശീലനം ലഭിച്ച കോളേജ് സേഫ്റ്റി ക്ലബ്ബിലെ കുട്ടികളും ഒക്കെ ഉണ്ട്. നമ്മുടെ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് വളരെ ശേഷിയുള്ളൊരു പ്രസ്ഥാനമാണ്. നമ്മളുടെ ആളുകളായതുകൊണ്ട് നമ്മളവരെ കാണാതിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ അവരാണ് ശരിക്കും നമ്മളുടെ ഈ ഇത്തരം പ്രവർത്തനങ്ങളിലെ പ്രധാന ശക്തി. അവരോട് ചേർന്നാണ് ഈ വോളണ്ടിയർമാരെല്ലാം പ്രവർത്തിക്കുന്നത്. അപ്പോൾ വലിയൊരു ശേഷി നമ്മൾക്കുണ്ട്. പ്രതികരണത്തിൽ നമ്മൾക്ക് ഊന്നി പ്രവർത്തിക്കാനുള്ള വലിയൊരു ശേഷിയുണ്ട്. അല്ല, ഈ വെള്ളപ്പൊക്കത്തിനപ്പുറത്തേക്ക് നമ്മളിപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി മണ്ണിടിച്ചിലാണ്, ഉരുൾപൊട്ടൽ. പ്രത്യേകിച്ച് വയനാടിന് ശേഷം നമ്മൾ ആ ഒരു വലിയ ഭീതിയിലാണ് ജീവിക്കുന്നത്. അപ്പോൾ മലയോര മേഖലയിൽ പ്രത്യേകിച്ച് ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം എന്നിവിടങ്ങളിൽ ചെറിയ തോതിൽ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടാണ് റിപ്പോർട്ട്. മറ്റു പ്രദേശങ്ങൾ അത്തരമൊരു ഭീഷണി നിലനിൽക്കുന്നുണ്ട്. നമ്മൾ കാണേണ്ടത് ഉരുൾപൊട്ടൽ ചിലപ്പോൾ നമ്മൾ മൊത്തം എടുത്തു നോക്കിയാൽ ഒരു 25% നമ്മൾ ഈ കേൾക്കുന്ന പ്രശ്നങ്ങളുടെ. പക്ഷെ അതിലും കൂടുതൽ നമ്മളുടെ റോഡ് അരികിലുള്ള തിട്ടകൾ ഇടിഞ്ഞ് വീഴുന്നത്. പലപ്പോഴും വീട് നിർമ്മിക്കുമ്പോൾ നമ്മളൊരു 4 മീറ്ററൊക്കെ പൊക്കത്തിൽ പുറകിൽ തിട്ട നിർത്തിയിട്ടാണ് വീട്. കാരണം മലയോര മേഖലയിൽ അങ്ങനെയാണ് വീട് പണിയുന്ന ഒരു രീതി. മെമ്പർ സെക്രട്ടറി ശേഖർ കുര്യാക്കോസ് ആണ് സംസാരിക്കുന്നത്.